لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. عن عائشة رضي الله عنها أن رجلا استأذن على النبي صلى الله عليه وسلم فقال ائذنوا له بئس أخو العشيرة. متفق عليه. احتج به البخاري في جواز غيبة أهل الفساد وأهل الريب. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഗീബത്തിൻ്റെ ഗൗരവം, എന്നാൽ ആ ഗീബത്ത് പറയൽ അനുവദിക്കപ്പെടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളും അനുബന്ധമായി 4 കാര്യങ്ങളുമടക്കം 10ഓളം സന്ദർഭങ്ങളിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ പോരായ്മകൾ അടങ്ങുന്ന ഗീബത്ത് പറയേണ്ടി വന്നാൽ അത് പറയൽ അനുവദനീയമാണ് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട അതിന് ശക്തി പകരുന്ന ഹദീസുകളാണ് തുടർന്നുകൊണ്ട് നമുക്ക് കേൾക്കുവാനുള്ളത്. ഒന്നാമതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, അന്ന റജുലൻ, ഒരാള്, ഇസ്തഅ്ദന, അനുവാദം ചോദിച്ചു. ഇസ്തഅ്ദന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു, പ്രവേശനത്തിന് അനുമതി ചോദിച്ചു. എവിടേക്ക്? അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് കടക്കട്ടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ഇദ്നൂ ലഹു, അയാൾക്ക് അനുവാദം കൊടുക്കൂ. ഇദ്നൂ ലഹു, നിങ്ങൾ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കൂ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ബിഅ്സ അഖുൽ അശീറ. ആ കുടുംബത്തിലെ എത്ര ചീത്തയായ സഹോദരനാണ് അയാൾ ആ കുടുംബത്തിലെ എത്ര മോശപ്പെട്ട ആളാണ്, ആ ഗോത്രത്തിലെ എത്ര മോശപ്പെട്ട ആളാണ് ഇയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ കേൾക്കാതെ പറയുകയും ചെയ്തു. മനസ്സിലാക്കണം, ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ സംഭവത്തിൽ ഇപ്പം എന്താ കാണുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഒരാൾ നബിൻ്റെ അടുക്കലേക്ക് കടക്കാൻ സമ്മതം ചോദിക്കുക. അപ്പം നബി സഹാബികളോട് പറയുന്നു, അവിടെ ഉള്ളവരോട് പറയുന്നു, അയാൾ വന്നോട്ടെ, ഇവിടെ കടത്തി വിട്ടോളൂ. എന്നിട്ട് നബി അതോടൊപ്പം പറഞ്ഞു, എത്ര മോശമാണ് ഈ ചങ്ങായി, കുടുംബത്തിൽ എത്ര മോശക്കാരനാണ് എന്ന് പറയുക. വാസ്തവത്തിൽ അത് ഗീബത്തല്ലേ? അത് ഗീബത്താണ്. അത് അയാൾ കേൾക്കാൻ ഇഷ്ടപ്പെടൂലല്ലോ. അപ്പം ഇത് നമ്മുടെ അധ്യായത്തിൽ എന്താ പറഞ്ഞത്? ഇയാളെ പറ്റി മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സഹാബികളൊക്കെ കാണുന്നുണ്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് വരുന്നത്, സംസാരിക്കുന്നത്, നബിതങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, ഇരിക്കാൻ പറയുന്നത്, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മര്യാദയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് കണ്ടിട്ട് അപ്പം ഇയാൾ കുഴപ്പമൊന്നുമില്ല എന്ന് കാണുന്നവർ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് അവർ കേൾക്കെ പറയുന്നത്, എന്ത്, അയാളെത്ര മോശമാണ്. അപ്പം പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? നോക്കൂ നിങ്ങൾ, അയാൾ കുഴപ്പക്കാരനാണ്, അയാൾ ഭയങ്കര ഫിത്ന ഉണ്ടാക്കുന്ന ഒരാളാണ് നാട്ടിൽ. ഇമാം നവവി റഹിമഹുല്ലാ പറയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ ശേഷം, ഇഹ്തജ്ജ ബിഹിൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ലാ തെളിവ് പറഞ്ഞിട്ടുണ്ട്, ഫീ ജവാസി ഗീബത്തി അഹ്ലിൽ ഫസാദി വഅഹ്ലിർ റിബി, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന, ഫിത്നയുണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളുടെ ഗീബത്ത് പറയൽ അനുവദനീയമാണ് എന്നുള്ളതിന് ഇമാം ബുഖാരി ഈ ഹദീസ് തെളിവ് പിടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അയാൾ ഇത്രയും കുഴപ്പക്കാരനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനാ അനുവാദം കൊടുത്തത്? അതും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ആയിഷമ്മ ബീവി അടക്കം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങൾ അയാൾ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പിന്നെ അയാളോട് വളരെ മാന്യമായിട്ടാണല്ലോ പെരുമാറുന്നത്, അതെന്താ അങ്ങനെ? എന്താ അങ്ങനെ 2 സ്വഭാവം അങ്ങയിൽ കണ്ടത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആര് ചോദിക്കുന്നുണ്ട്? മഹദിയായ ഉമ്മ ചോദിക്കുന്നുണ്ട്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണ്? അയാൾ
അയാളെ കൊണ്ടുണ്ടാകുന്ന ഫിത്ന ഇല്ലാതിരിക്കാനാണ്. അയാൾ വലിയ ഫിത്നക്കാരനാണ്, കുഴപ്പക്കാരനാണ്, ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ അയാൾക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അത്രയെങ്കിലും അയാളുടെ ഫിത്ന കുറയുമല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ്റെ ഫിത്ന പേടിച്ചിട്ട് ആരെങ്കിലും അവനെ ആദരിക്കലാണ്. ഒരാളെ ഏറ്റവും മോശപ്പെട്ടതിൻ്റെ തെളിവെന്താണ്? ആളുകൾ അവനെ ആദരിക്കുന്നു. എന്തിന്? അവനെ സ്നേഹിച്ചിട്ടല്ല, അവൻ്റെ ഫിത്ന തടുക്കാനാണ്. അപ്പം അവൻ്റെ ഫിത്ന അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള നിലക്കുള്ള ഒരു ആദരവ് കാണിച്ചതാണ്. അപ്പം അതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ശ്രവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ആ വരുന്ന വ്യക്തി അറിയാതെ പറയുകയും ചെയ്തു. അപ്പം അത് എന്തുദ്ദേശാർത്ഥാണ്? വരുന്ന ആൾ ഇത്രയും ഫസാദും ഒരു തെമ്മാടിയായ ഒരാളൊക്കെ ആയിട്ട് പ്രവാചകൻ എന്താ ഇപ്പം മൂപ്പർക്ക് ഇത്ര വലിയ കുഴപ്പമൊന്നും ആൾക്കില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അയാളെ സൂക്ഷിച്ചോളണം, അയാൾക്ക് തകരാറുണ്ട് എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കുകയും വേണം. എന്നാൽ ഏത് ശത്രു വന്നാലും മാന്യമായി നമ്മൾ അവരെ ഇടപാടുകൾ നടത്തേണ്ട വിധത്തിൽ ഇടപെടുകയും ചെയ്യണം എന്ന ഒരു പാഠം പകർന്നു കൊടുക്കലാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഹദീസ്. വഅൻഹ, നമ്മുടെ ഉമ്മ തന്നെയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വഅൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അദുന്നു ഫുലാനൻ വഫുലാനൻ യഅരിഫാനി മിൻ ദീനിനാ ശൈആ റവാഹുൽ ബുഖാരിയു. قال الليث بن سعد أحد رواة هذا الحديث هذان الرجلان كانا من المنافقين. നോക്കൂ നിങ്ങൾ, സമാനമായ മറ്റൊരു സംഭവമാണ് ഇതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സംസാരത്തിൻ്റെ ഇടക്ക് പറയണത്, മാ അളുന്നു, ഞാൻ വിചാരിക്കുന്നേയില്ല, ഫുലാനൻ വ ഫുലാനൻ, ഇന്നയാളെ കുറിച്ചും ഇന്നയാളെ കുറിച്ചും. ഇപ്പൊ രണ്ടാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ രണ്ടാൾക്കാരെ കുറിച്ചും ഞാൻ വിചാരിക്കുന്നേയില്ല. എന്ത് വിചാരിക്കുന്നില്ല? യഅരിഫാനി, അവർക്ക് അറിയും എന്നെനിക്ക് ധാരണ പോലുമില്ല, മിൻ ദീനിന, നമ്മുടെ ദീനിൽ നിന്ന് ശൈഅൻ, ഒരു ചുക്കും അറിയില്ല. ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഒരു വസ്തുവും ആ രണ്ട് ചങ്ങായിമാർക്കും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽപ്പെട്ട ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ രണ്ടാളുകളെ കുറിച്ച് പ്രവാചകൻ അങ്ങനെ പറയാൻ എന്താ കാരണം? ഹാദാനി റജുലാനി, നബി തങ്ങൾ പരാമർശിച്ച ഈ രണ്ടാളുകളും കാനാ, അവർ രണ്ടാളുമായിരുന്നു മിനൽ മുനാഫിഖീന, കടുത്ത മുനാഫിഖീങ്ങളിൽപ്പെട്ടവരായിരുന്നു. രാജ്യത്ത് ഭയങ്കര മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഏഷണിയും ഒരുപാട് ദുൽമുകളും ചെയ്ത് നടക്കുന്ന മുനാഫിക്കുകളാണ്. ആ മുനാഫിക്കുകളെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് തൻ്റെ സൊസൈറ്റിയിലെ അഥവാ തൻ്റെ സമൂഹത്തിലെ സഹാബിമാർക്ക് ആ രണ്ടാളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. സൂക്ഷിച്ചോളുള്ള ഒരു മുനാഫിക്കുകളാണ്. അവർക്ക് ദീനിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൻ്റെ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് എപ്പോഴും ഫസാദുകൾ പ്രതീക്ഷിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ മുനാഫിക്കുകളെ കുറിച്ച്. അള്ളാഹു എന്താ പറഞ്ഞത്? വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിലുണ്ട് ചില ആളുകൾ, അവരവരുടെ നാവ് കൊണ്ട് വായ കൊണ്ടവർ പറയും, എന്ത്? ഞങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല തന്നെ. പിന്നെ അവർ എന്താ ചെയ്യുന്നത്? സൊസൈറ്റിയിൽ ഇങ്ങനെ ഈമാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നത് എന്തിനാ? യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ, അവർ അല്ലാഹനെ ചതിക്കാമെന്ന് പറ്റിക്കാമെന്നാണ്, മുഅ്മിനീങ്ങളെയും പറ്റിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, ഈ ഒരു ദുസ്വഭാവത്തിലൂടെ, ഈ കാപട്യത്തിലൂടെ അവർ സ്വയം തന്നെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. വമാ യശ്ഉറൂൻ, അക്കാര്യം അവർ മനസ്സിലാക്കുന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ മുനാഫിക്കുകളെ കുറിച്ച് അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കേണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ചതിയിലും കെണിയിലും ഒന്നും പെടാതിരിക്കാൻ സഹാബിമാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, സൂക്ഷിച്ചോളണം. ആൾക്കാർ മുനാഫിക്കുകളാണ്, നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും, പക്ഷേ ശ്രദ്ധിച്ചോളണം.
അപ്പോൾ ആ ലക്ഷ്യാർത്ഥം, ആ സതുദ്ദേശാർത്ഥം ഇപ്പോൾ അവരെ രണ്ടാളെ കുറിച്ചുള്ള ഗീബത്ത് ഇപ്പോൾ ആര് പറയാണ്? നമ്മുടെ അധ്യായം മനസ്സിലാക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം പറഞ്ഞതാണ് 10ഓളം ഘട്ടങ്ങൾ എന്ന്. ആ 10 ഘട്ടങ്ങൾ ഏതാണ് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നിർബന്ധമായും കേൾക്കണം. അതിൻ്റെ തെളിവുകളായ ഹദീസുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രവേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസ് നോക്കൂ. വഅൻ ഫാത്തിമ ബിൻതി ഖൈസ് റളിയല്ലാഹു അൻഹാ ഖാലത്ത് അത്തൈതു النبي صلى الله عليه وسلم فقلت إن أبا الجهم ومعاوية خطباني قال رسول الله صلى الله عليه وسلم أما معاوية فصعلوك لا مال له وأما أبو الجهم فلا يضع العصا عن عاتقه متفق عليه. وفي رواية لمسلم وأما أبو الجهم فضراب للنساء وهو تفسير لرواية لا يضع العصا عن عاتقه وقيل معناه كثير الأسفار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്തേക്ക് 3 ആളുകളെക്കുറിച്ച് വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ അവിടെ പറയേണ്ടത് പറയണമെന്ന്. അതിനുപോൽബലകമായൊരു സംഭവമാണിപ്പത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്. ഇതേതാ ഫാത്തിമ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മോളായ ഫാത്തിമയല്ല, ഖൈസിൻ്റെ പുത്രി, ഖൈസിൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതാണ് ഫാത്തിമ ബിൻത് ഖൈസ്. അവർ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചു. അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വിഷയം തന്നെയാണിത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അവരെയാണ് 3 ആൾ കല്യാണം അന്വേഷിച്ചിട്ടുള്ളത്. ആരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്? അബുൽ ജഹം എന്ന് പറയുന്ന സഹാബി കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബി കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. ഉസാമ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. 3 ആൾ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ 2 ആളെക്കുറിച്ച് ഇന്ന അബൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്ന അബൽ ജഹ്മി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പോയിട്ട് പറയാണ്, ഇന്ന അബൽ ജഹ്മി, തീർച്ചയായും അബുൽ ജഹ്മും മുആവിയയും ഖതബാനി, അവർ ഇരുവരും എന്നെ വിവാഹം അന്വേഷിക്കുന്നു. ഖതബ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഖുതുബ നടത്തി എന്നല്ല. ഖതബ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു നടത്തണ്ട്. ഇവിടെ ഖതബ എന്ന് പറഞ്ഞാൽ വിവാഹാന്വേഷണവുമായി വന്നു എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ ഖതബ, അവർ 2 ആളും വിവാഹം അന്വേഷിച്ചിരിക്കുന്നു നീ എന്നോട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? 2 ആളെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മാ മുആവിയ, നിങ്ങളോട് വിവാഹം അന്വേഷിച്ച അവരിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഫസഅലൂകുൻ ലാ മാല ലഹു, അയാൾ പരമദരിദ്രനാണ്. സഅലൂകുൻ ലാ മാല ലഹു, ദരിദ്രനാണ്. വിവാഹ ജീവിതത്തിലേക്ക് ആവശ്യമായ നിലക്കുള്ള ചെലവൊന്നും തരാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. സമ്മതമാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അത് ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അത് കേട്ടാൽ ഇഷ്ടാവുമോ? ഇഷ്ടാവൂലല്ലോ, ഇഷ്ടാവൂല. കാരണം ദരിദ്രനാണ് എന്നാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിവാഹത്തിന് മുടക്കം ഏർപ്പെടുത്തലല്ലേ അത്. അപ്പോൾ അങ്ങനെ അറിയാവുന്നൊരു കാര്യം അത് കാലയെ കൂട്ടി പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമല്ല. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇപ്പം നമ്മളും പറയലോ, ഒരാൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിചാരിക്കുന്ന അത്രയൊന്നും ഇല്ല, അവരുടെ ഒരു ഏകദേശം ഒരു ഇടത്തരം കുടുംബമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാണൊക്കെ മുന്നിലാണ് എന്നൊക്കെ എന്താണെങ്കിൽ നമുക്ക് പറയാലോ. അപ്പം ചില ആളുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അത് പറയേണ്ടി വരുന്നിടത്തത് പറയാം. അപ്പം അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അമ്മാ അബുൽ ജഹ്മി, എന്നാൽ അബുൽ ജഹ്ം ഉണ്ടല്ലോ നിങ്ങളോട് പറഞ്ഞ ആള്, ഫലാ യളഉൽ അസാ, അദ്ദേഹം വടി താഴെ വെക്കൂല. വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു, ഫലാ യളഉ അദ്ദേഹം വെക്കൂല, അൽ അസാ എന്ന് പറഞ്ഞാൽ വടി, അൻ ആതിഖിഹി അദ്ദേഹത്തിൻ്റെ ചുമലിൽ നിന്ന് അദ്ദേഹം വടി താഴെ വെക്കൂല എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞ അതിൻ്റെ അർത്ഥം? ഇതിപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേ അവസരത്തിൽ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത് എന്താണ്? അമ്മാ അബുൽ ജഹ്ം ഫദറാബുൽ ലിന്നിസായി, പെണ്ണുങ്ങളെ വല്ലാതെ അടിക്കുന്ന ആളാണ്. അപ്പോൾ ചുമലുമെന്ന് വടി താഴെ വെക്കൂല എന്ന് പറഞ്ഞാൽ മൂപ്പര് പെണ്ണുങ്ങളെ നല്ലോണം തല്ലും, അതാണ് കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ
അതും പോയി. പിന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നെ തർക്കമില്ല നല്ല ആളാണ് എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ വേറെ ഹദീസുകളിലൊക്കെ നിന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ ലാ യദഉൽ അസാൻ നാതിഖിഹി എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം ഇതാണ് പ്രബലമായത്. എന്നാൽ അതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് വേറെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇമാം നവവി തുടർന്നുകൊണ്ട് പറയുന്നത്. വഖീല, അതിൻ്റെ വ്യാഖ്യാനമായി പറയപ്പെട്ടിട്ടുണ്ട്, മഅനാഹു, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം എന്താണ്? കസീറുൽ അസ്ഫാരി, അദ്ദേഹം ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. വീട്ടിലധികം ഉണ്ടാവില്ല, എപ്പോഴും സർക്കീറ്റുകാരനാണ്, ഇടയ്ക്ക് ഇങ്ങനെ ടൂർ പോകുന്ന ആളാണ്, യാത്രക്കാരനാണ് എന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അപ്പം രണ്ടർത്ഥവും ഉദ്ദേശിക്കാം, അതും ആവാം ഇതും ആവാം. ഏതായിരുന്നാലും അതൊരു ഒരു താല്പര്യക്കുറവുണ്ടാക്കുന്ന സംസാരം തന്നെയാണല്ലോ അതും. അപ്പോൾ അത് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടതാണെങ്കിൽ നമ്മൾ പറയുന്നത് നല്ലതാണ്. അതൊരു ഗീബത്തിൽ പരിഗണിക്കപ്പെടുകയോ അതിന് കുറ്റക്കാരാവുകയോ ചെയ്യില്ല. അതേ അവസരത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അടിവരയിട്ട് പ്രത്യേകം മനസ്സിലാക്കണം. അതാ വ്യക്തിക്ക് പെണ്ണ് കിട്ടരുത്, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിനെ ആരും കെട്ടിക്കൊണ്ടുപോകരുത് എന്ന ദുരുദ്ദേശം കൊണ്ടൊക്കെ ആകുമ്പോൾ അത് കടുത്ത ഹറാമാകും. നേരെ മറിച്ച് ഞാനാണ് ആ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന സതുദ്ദേശാർത്ഥം മാത്രമാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാകുന്നു എന്നാണ് ഈ സംഭവവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അടുത്ത ഹദീസ്. വഅൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഖാല ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ അസാബ الناس فيه شدة فقال عبد الله بن أبي لا تنفقوا على من عند رسول الله حتى ينفضوا وقال لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل فأتيت رسول الله صلى الله عليه وسلم فأخبرته بذلك فأرسل إلى عبد الله بن أبي فاجتهد يمينه ما فعل فقالوا كذب زيد رسول الله صلى الله عليه وسلم فوقع في نفسي مما قالوه شدة حتى أنزل الله تعالى تصديقي إذا جاءك المنافقون ثم دعاهم النبي صلى الله عليه وسلم ليستغفر لهم فلووا رؤوسهم متفق عليه. ഇതെന്താണ് സഹോദരങ്ങളെ ഇതിൽ പറയുന്നത്? മഹാനായ സഹാബി സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറയാണ്, ഖറജ്ന, ഞങ്ങൾ ഒരു ദിവസം പുറപ്പെട്ടു. ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് പോകുന്ന അവസരമാണ്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഒരു യുദ്ധയാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ആരുമുണ്ട്? മുഅ്മിനീങ്ങൾ മാത്രമല്ല, മുനാഫിഖീങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയാണെങ്കിൽ, ആ യുദ്ധത്തിൻ്റെ സാഹചര്യമാണെങ്കിൽ അന്ന് വലിയ ക്ഷാമമുള്ള സന്ദർഭവുമാണ്. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഒരു യാത്രയിലായിരിക്കെ അസാബന്നാസ, ജനങ്ങൾക്ക് ബാധിച്ചു, ഫീഹി, ആ യാത്രയിൽ ശിദ്ദത്തുൻ, വലിയ ക്ഷാമം, ബുദ്ധിമുട്ട്. ആരുടെയും കയ്യിൽ ഭക്ഷണമല്ല, വെള്ളമല്ല, സാമ്പത്തികമായി പ്രയാസമുണ്ട്, വിഷമങ്ങളുണ്ട്, ആരെങ്കിലുമൊക്കെ സഹായിച്ചെങ്കിൽ എന്ന് തോന്നുന്നൊരു സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളുള്ളത്. മുഅ്മിനീങ്ങൾ മാത്രമല്ല, മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കിൻ്റെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും ഉണ്ട്. അവനടക്കമുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. അപ്പോൾ ഫഖാല, ഈ അവസരം ശരിക്കും മുതലെടുത്തിട്ട് മുനാഫിക്കുകളുടെ ലീഡറായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സ്വകാര്യമായിട്ട് അവൻ്റെ ചില ആൾക്കാരോട് ചില കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദൂ. ലാ തുൻഫിഖൂ, നിങ്ങളാരും ചെലവഴിക്കരുത്, 5 പൈസ സഹായിക്കരുതേ. ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മുനാഫിക്കിൻ്റെ നേതാവ് ആൾക്കാരോട്. ലാ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കരുത്, അലാ മൻ ഇൻദ റസൂലില്ലാഹി, റസൂലുള്ളായ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ, 5 പൈസ ആർക്കും കൊടുക്കരുത്. ഹത്താ യൻഫദ്ദൂ, അങ്ങനെ അവരാണ് വിട്ടൊഴിഞ്ഞ് പോകണമെന്ന്. മുഹമ്മദിൻ്റെ കൂടെ കൂടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ആ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നല്ല സാമ്പത്തിക ഞെരുക്കവും പ്രയാസമൊക്കെ ഉണ്ട്.
അതുകൊണ്ട് നിങ്ങളിഞ്ഞിപ്പോൾ അവർക്ക് വല്ല ഹെൽപ്പും ചെയ്തു കൊടുത്താൽ മുഹമ്മദിൻ്റെ കൂടെ തന്നെ അവർ നിൽക്കും. അതേ അവസരത്തിൽ ഒന്നും കിട്ടാതായാലോ മുഹമ്മദിൻ്റെ കൂടെ നിന്നാൽ ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ കൂടെ ഒഴിഞ്ഞ് പൊയ്ക്കോളും. അങ്ങനെ മുഹമ്മദ് പരാജയപ്പെട്ടോളും എന്ന് ഈ മനുഷ്യൻ അവൻ്റെ ആൾക്കാരോട് സ്വകാര്യമായിട്ട് എന്ത് ചെയ്യാണ്, ഈ യുദ്ധ രംഗത്ത് ഈ യാത്രക്കിടയിൽ പറയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അത് അവൻ്റെ തോന്നൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം മോമിനീങ്ങൾ കൂടിയത് ഭൗതികമായ എന്തെങ്കിലും ലാഭം മോഹിച്ചിട്ടല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് നബിതങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് മോഹിച്ചിട്ട് പ്രവാചകന്റെ കൂടെ കൂടിയവരാരുമില്ല, ഒക്കെ സ്വർഗം മോഹിച്ചു കൂടിയവരാ. അതീ മുനാഫിക്കിനറിയോ? പക്ഷെ അവൻ മനസ്സിലാക്കിയത് അവനെ പോലെ ആയിരിക്കും എല്ലാവരും എന്നാണ്. അവൻ എന്തെങ്കിലും കാര്യം കിട്ടാനാണല്ലോ വരുന്നത്. ഗനീമത്ത് സ്വത്തോ ഹരി വെക്കുമ്പോൾ അത് കിട്ടണം, അതിന് പള്ളിയിൽ വരുന്ന മാതിരി അഭിനയിക്കും, നിസ്കരിക്കുന്നത് മാതിരി അഭിനയിക്കും, ഈമാനൊന്നും ഉണ്ടാവില്ല, യുദ്ധത്തിനൊപ്പം പോരും, വിജയം കിട്ടിയാൽ ഞങ്ങളുണ്ടായിട്ടാണ് എന്ന് പറയും, അവരും കൂടി അതിൻ്റേതായ ഓഹരി പങ്കിട്ടെടുക്കാൻ മുന്നിലുണ്ടാകും. ഇങ്ങനെയുള്ള ഭൗതിക നേട്ടത്തിനാണല്ലോ മുനാഫിക്കുകളൊപ്പം കൂടുന്നത്. അപ്പം അവൻ്റെ അതേ ചിന്താഗതിയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെയുള്ള സഹാബിമാർക്കും എന്നാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവൻ ഈ ഭീഷണി മുഴക്കുന്നത്. മുഹമ്മദിൻ്റെ കൂടെയുള്ള അനുയായികളൊക്കെ ഇപ്പോൾ വല്ലാത്ത ഞെരുക്കത്തിലാണ്. അതുകൊണ്ട് ആരും 5 കാശിന് ആരും സഹായിക്കരുത്, ഒന്നും ചെലവഴിക്കരുത്. അങ്ങനെ ഹത്തായം ഫല്ലൂ, അവരൊക്കെ മുഹമ്മദിനെ വിട്ടൊഴിഞ്ഞു പോകുന്നത് വരെ. മാത്രല്ല അവൻ പറയുകയും ചെയ്തു അതിൻ്റെ കൂട്ടത്തില്, വഖാല, അവൻ ഇത്ര കൂടി കൂട്ടിച്ചേർത്തു, ലഇർ റജഅനാ ഇലൽ മദീനതി, നമ്മൾ മദീനയിലേക്ക് എത്തിയാൽ, നമ്മളിപ്പോൾ ഈ യുദ്ധയാത്ര കഴിഞ്ഞിട്ട് മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ, ലയുഖ്രിജന്നൽ അസ്സു, ഏറ്റവും വലിയ ഇസ്സത്തുള്ളവർ പുറത്താക്കുക തന്നെ ചെയ്യും, മിൻഹാ, ആ മദീനയിൽ നിന്ന്, അതല്ല ഏറ്റവും നിന്ദ്യനെ. ആരെയാണ് ഈ നിന്ദ്യൻ ഉദ്ദേശിച്ചതെന്നറിയോ? നമ്മൾ മദീനത്തേക്ക് തിരിച്ചു ചെന്നാൽ ഏറ്റവും മാന്യന്മാരായ ആളുകളൊക്കെ കൂടി ചേർത്തിട്ട് ഏറ്റവും നിന്ദ്യനായവനെ പുറത്താക്കുന്നു. ഈ ശപിക്കപ്പെട്ടവൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ചാണ് അവൻ പറയുന്നത്. നമ്മൾ മദീനത്തേക്ക് തിരിച്ചു ചെന്നാൽ മുഹമ്മദിൻ്റെ ആൾക്കാർ, അതാണ് നിന്ദ്യൻ എന്നവൻ പറഞ്ഞത്. അവരൊക്കെ പിടിച്ച് നമുക്ക് മദീനത്തിൽ നിന്ന് പുറത്താക്കാം. അതിന് അള്ളാഹ് മറുപടി കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ മുനാഫിഖൂനിൽ. എന്ത്? സാധ്യല്ലടാ, അള്ളാഹുവിനാണ് അന്തസ്, അള്ളാഹിൻ്റെ റസൂലിനാണ് അന്തസ്, മുഅ്മിനീങ്ങൾക്കാണ് അന്തസ്, മുനാഫിക്കീങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ലെങ്കിലും. അപ്പം ആ യാത്രയിൽ ഇത്രയൊക്കെ അവൻ വലിയ രൂപത്തിൽ ഫിത്ന ഉണ്ടാക്കി പരദൂഷണം പറഞ്ഞ് ഏഷണി കൂട്ടി നടക്കുകയാണ്. ആര്? ഈ മുനാഫിക്കിന്റെ നേതാവ്. നോക്കൂ നിങ്ങൾ, ഇതാര് കേൾക്കുന്നുണ്ട്? സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ഇതൊന്നും നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ സംഭവം ഞാൻ കേട്ടപ്പോൾ ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. ഫഅഖ്ബർതുഹു ബിദാലിക, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ സൂക്ഷിച്ചോളണം, നമ്മുടെ ഒപ്പം കൂടിയിട്ടുള്ള അബ്ദുള്ളയുണ്ടല്ലോ, വലിയ ഫിത്നക്കാരനാണ്, അവൻ ഇങ്ങനെയും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പൊ നബിനോട് പോയിട്ട് ആരുടെ ഗീബത്ത് പറഞ്ഞു? അബ്ദുള്ളയുടെ ഗീബത്ത് പറഞ്ഞു. എന്തിനാ അത് പറയുന്നത്? അവനെ സൂക്ഷിക്കാൻ. അവൻ വിള്ളലുണ്ടാക്കാൻ നടക്കുകയാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുകയാണ്, അവനെ കരുതിയിരിക്കണം എന്ന് അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നോട് അബ്ദുള്ള ഗീബത്ത് പറയണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. കാരണം അത് പറയൽ അനുവദനീയമായ ഗീബത്താണ്. അതാണ് നമ്മുടെ അധ്യായത്തിൽ ഈ സംഭവം ചേർത്തതിൻ്റെ ഉദ്ദേശം. നോക്കൂ നിങ്ങൾ, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ റസൂലിനോട് ഇങ്ങനെ പോയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ റസൂലിന് നബി ഇത് കേൾക്കുന്നുണ്ടോ? അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരേ സംഘത്തിലുള്ള ആളുകൾ ഈ ഫിത്ന പറയുന്നത് നബി തങ്ങൾ കേൾക്കുന്നില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു അത് അടുത്തുള്ളതുകൊണ്ട് കേട്ടു. അല്പം അകലെയുള്ള മുത്തു മുസ്തഫ ഇത് അറിഞ്ഞില്ല. ഇന്ന് നമ്മളെ ആൾക്കാർ പറയണ എന്താ? അള്ളാഹിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞാലും ലോകത്ത് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നാണ്. നബി തങ്ങളെന്ന് വേണ്ട, ഇവർ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഔലിയാക്കന്മാര്, ബീവിമാരെന്ന് പറയുന്ന ആളുകളൊക്കെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേ, ഗുണപാഠം പഠിക്കേ. ഒരേ സംഘത്തിലുണ്ടായിരുന്ന ആളുകളിൽ ചിലരെ കുറിച്ച് ഇന്നത് പറഞ്ഞപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മനസ്സിലായി അള്ളാഹിന്റെ റസൂല് ആ വർത്തമാനം കേൾക്കാത്തത് കൊണ്ട് നബി തങ്ങൾ അത് കേട്ടില്ല. എന്നാൽ അത് കേൾപ്പിക്കാതിരിക്കാൻ പറ്റൂലല്ലോ.
കേട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് വിവരം പറഞ്ഞു, നബിയെ ഉബയ്യ് അബ്ദുള്ള അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അള്ളാഹിൻ്റെ റസൂല് കേട്ട പാടയാണ്ട് വിശ്വസിക്കൊന്നുമില്ലല്ലോ. ഒരാൾ മറ്റൊരാളെ കുറിച്ച് വന്നെന്ന് പറയുമ്പോഴേക്ക് അപ്പം തന്നെ ശരിയാണെന്നൊന്നും വിശ്വസിക്കൂല, അത് പാടില്ലല്ലോ. അപ്പം അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു? ഫഅർസല ഇലാ അബ്ദില്ലാഹി ഇബ്നു ഉബയ്യിൻ, അബ്ദുള്ളാന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ഈ മുനാഫിക്കിന്റെ നേതാവുണ്ടല്ലോ അബ്ദുള്ള, അവന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, വിളിപ്പിച്ചു വരാൻ പറഞ്ഞു. ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അങ്ങനെ ഞാൻ കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞോ? മുനാഫിക്കല്ലേ, എനിക്ക് ഇനി നുണ പറയണീന് വല്ല മടി ഉണ്ടാവോ? നോക്കൂ നിങ്ങൾ, ഫജ്തഹദ യമീനഹു മാ ഫഅല, അവൻ ആണയിട്ട് പറഞ്ഞു, സത്യം ചെയ്തിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചവൻ കട്ടായം പറഞ്ഞു, എന്ത്? മാ ഫഅല, ഇല്ല നബി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞു, സത്യം ചെയ്ത് പറഞ്ഞു. ഫഖാലു, നോക്കൂ നിങ്ങൾ, അപ്പം അവിടെ കൂടിയ ആളുകളൊക്കെ കൂടി എന്തു പറയാൻ തുടങ്ങി? കദബ സയ്യിദുൻ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു. സയ്യിദ് കള്ളം പറഞ്ഞിരിക്കുന്നു, സയ്യിദ് അള്ളാഹിന്റെ റസൂലിനോട് നുണ പറഞ്ഞിരിക്കുന്നു എന്ന ആളുകളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണോ? ഫവഖഅ ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ വല്ലാതെ മുറിവ് പറ്റി. മിമ്മാ ഖാലൂഹു ശിദ്ദത്തുൻ, ജനങ്ങളൊക്കെ ഇപ്പം എനിക്കെതിരായില്ലേ, ഇപ്പം ഞാൻ കള്ളനായില്ലേ, ഞാൻ നുണയനായില്ലേ. എൻ്റെ മനസ്സ് വല്ലാതെ, എൻ്റെ മനസ്സ് പെടഞ്ഞു, വേദനിച്ചു. പക്ഷേ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പരാജയപ്പെടുത്തൂലല്ലോ. ഹത്താ അൻസലല്ലാഹു തആല, ഞാൻ വിഷമിച്ചിങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. നാട്ടുകാരുടെ, ജനങ്ങൾക്കിടയിലുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഇപ്പം ഞാൻ കള്ളനായി, അവർ വലിയ ആളായി, അവൻ നല്ലവനായി. അങ്ങനെ ഞാൻ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹത്താ അൻസലല്ലാഹു തആല തസ്ദീഖി, എന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഉടനെ തന്നെ ആയത്തിറക്കുന്നു. അതാണ് സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവതരണ പശ്ചാത്തലം. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അവിടെ മുതൽ കണ്ട് തുടങ്ങിയിട്ട് കുറേ ആയത്തുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ വരെ ആണ്ട് ഓതി. എന്ത്? ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, മദീനത്തേക്ക് മടങ്ങി വന്നാൽ നമ്മളിലെ മാന്യന്മാർ നിന്യന്മാരെ പിടിച്ച് പുറത്താക്കും. അതും ആ സൂറത്തിലുണ്ട്. ലാ തുൻഫിഖു വലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലു, മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ അവർ പിരിഞ്ഞു പോകട്ടെ, വിഷമിച്ചിട്ട് പിരിഞ്ഞു പോകട്ടെ, ഒരാളും സഹായിച്ചു പോകരുത് എന്ന് പറഞ്ഞ വർത്തമാനമടക്കമുള്ള എന്തൊക്കെ മുനാഫിക്കുകൾ പറഞ്ഞോ അത് മുഴുവനും അതിൻ്റെയൊക്കെ സത്യാവസ്ഥയങ്ങ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് അതാ ജിബ്രീൽ വന്നുകൊണ്ട് സൂറത്തുൽ മുനാഫിഖീനിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് സമാധാനമായി, അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആശ്വാസമായി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ എനിക്ക് ആശ്വാസമായി. സുമ്മ ദഅാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? ഈ ആയത്തൊക്കെ കേട്ടപ്പോൾ ദഅാഹും, അവരെ നബി തങ്ങൾ വിളിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുനാഫിക്കീങ്ങളെ വിളിച്ചു, ക്ഷണിച്ചു. എന്തിന്? ലിയസ്തഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി പാപമോചന തേട്ടം നടത്തണം നിങ്ങളെന്ന് പറഞ്ഞു. നിങ്ങൾ വരിൻ, അള്ളാഹിനോട് നിങ്ങൾ പാപമോചന തേട്ടം നടത്തൂ, അള്ളാഹിന്റെ റസൂലിനോടും നിങ്ങൾ പാപമോചനത്തേട്ടം നടത്തണം. വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്കിതാ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊള്ളും, നിങ്ങളോട് റസൂൽ മാപ്പ് നൽകിക്കൊള്ളും. വരൂ നബി തങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾക്ക് പറ്റിയ തെറ്റ് പറഞ്ഞേക്കൂ നബിയെ, അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞേക്കൂ എന്നവരെ വിളിച്ചു നോക്കി. പക്ഷേ അവരുടെ തലകൾ വെട്ടിച്ച് തിരിച്ച് അഹങ്കാരികളായി അവർ മാറിപ്പോവുകയാണ് ചെയ്തത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണ് ഇതിലൊക്കെ.
നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നടന്നിട്ട് ഈ മുനാഫിക്കീങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ഇവിടെ എന്തിനാണ് ഈ അധ്യായത്തിൽ ഇത് ഉൾക്കൊള്ളിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ ലാ ബഅസ അന്നൽ ഇൻസാന യൻഖുലു കലാമൽ മുനാഫിഖി, മുനാഫിഖിൻ്റെ വർത്തമാനം വലിയുൽ അംറിൻ്റെ അടുത്തേക്ക്, അഥവാ കൈകാര്യകർത്താവ് ആരാണോ ഒരു സംഘത്തിൽ ആ നേതാവിൻ്റെ അടുത്തേക്ക് കൂടെയുള്ള മുനാഫിക്കീങ്ങൾ പറഞ്ഞ ഫിത്നയുടെ വർത്തമാനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ്. കാരണം ആ കൈകാര്യകർത്താവ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചതിയിലകപ്പെടും, ഫിത്നയുണ്ടാകും. ആ ഫിത്നയെ തടുക്കുവാൻ വേണ്ടി ഈ ഗീബത്ത് പറയേണ്ടിടത്ത് പറയൽ അനിവാര്യമാണ്, അങ്ങനെ പറയൽ അനുവദനീയവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഈ കാര്യം ഇവിടെ ഉദ്ധരിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം എന്താണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് വന്ന് അബ്ദുള്ള അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് പ്രവാചകൻ നടപടിയൊന്നും എടുത്തില്ലല്ലോ, മറിച്ച് വിളിച്ച് അന്വേഷിച്ചു ഉറപ്പുവരുത്തുകയാണ്. എന്നിട്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവിടെയുള്ള സഹാബിമാരും ഒരുക്കൊന്നും മനസ്സിലായില്ലല്ലോ. മറ്റ് സഹാബിമാരും കൂടിയിട്ട് എന്ത് പറഞ്ഞു? കണ്ടോ, അബ്ദുള്ള സെയ്ദ് റസൂലിനോട് കളവ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്ക് അള്ളാഹിൻ്റെ ആയത്തിറങ്ങിയില്ലേ ആ സത്യാണത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ വലിയ ഷർറിനെയും ഫസാദിനെയും തടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പറയേണ്ട ഗീബത്ത് പറയേണ്ടി വരും. കൂട്ടത്തിലുള്ള ആളുകളെക്കുറിച്ച് നേതാവിനോട് വിവരം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് അതിനുപോൽബലകമായ തെളിവാണ് നമ്മൾ ഈ സംഭവത്തിൽ കേട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ കുറ്റമായ ഗീബത്ത്, ആ ഗീബത്ത് ചില ഘട്ടങ്ങളിൽ അനുവദിക്കപ്പെടുന്നത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതിനുള്ള ഉപോത്ബലകമായ തെളിവുകളാണ് നമ്മൾ കേട്ടത്. ഇനിയും അതോടനുബന്ധമായ ഏതാനും തെളിവുകൾ കൂടി ഉദ്ധരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്യുന്നവരിൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.